അവയവങ്ങൾ പണത്തിനു വേണ്ടി വിൽക്കുന്നതും വാങ്ങുന്നതും നിയമം മൂലം നിരോധിച്ച രാജ്യമാണ് ഇന്ത്യ. അടുത്ത ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ പ്രതിഫലം ആഗ്രഹിക്കാത്ത ദാതാക്കൾക്കോ മാത്രമേ അവയവദാനം നടത്താൻ അനുമതിയുള്ളൂ. എന്നാൽ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി അവയവ കച്ചവടം നടത്തുന്ന വലിയ റാക്കറ്റ് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പല ആശുപത്രികൾക്കും ഇതിൽ പങ്കുണ്ടെന്നാണ് വിവരം. കൊച്ചി കേന്ദ്രീകരിച്ച് അവയവദാനത്തിന് വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ പിടിയിലായ മുഖ്യപ്രതി നജീബ് തമിഴ്നാട്ടിലും അവയവ കച്ചവടം നടത്തിയതായി കണ്ടെത്തൽ. നജീബിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായെന്നാണ് സൂചന. അതിനിടെ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട അന്വേഷണം സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് പോലീസ്. മുഖ്യപ്രതി നജീബ് തമിഴ്നാട്ടിലും അവയവ കച്ചവടവും മറ്റ് തട്ടിപ്പുകളും നടത്തിയിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യക്തമായതെന്ന് പോലീസ് പറയുന്നു. തമിഴ്നാട്ടിലും ഇയാൾ അവയവദാതാക്കളെ കണ്ടെത്തിയിരുന്നതായും ഇതിനായി വലിയൊരു ശൃംഖലയെ ഉപയോഗിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി. നജീബിന് കൊലക്കേസ് ഉൾപ്പെടെയുള്ള ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കർണാടകയിൽ ഇയാൾക്കെതിരെ ഒരു കൊലക്കേസ് നിലവിലുണ്ട്. തട്ടിപ്പിന്റെ അന്വേഷണത്തിനായി സംസ്ഥാന തലത്തിൽ പ്രത്യേക സംഘം രൂപീകരിക്കുമെന്ന് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ വ്യക്തമാക്കി. ജില്ലാ തലത്തിലുള്ള സംഘത്തിന് പുറമെയാണ് സംസ്ഥാനതല സംഘം രൂപീകരിക്കുക. ആശുപത്രികൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും കമ്മീഷണർ പറഞ്ഞു. സ്റ്റേറ്റ് വൈഡ് ഇത് കോർഡിനേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ടീം ഉപയോഗിച്ച് മുൻകൊണ്ടു പോകാനാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. അന്വേഷണം കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിസും അതിനോട് ഒരു ഭാഗമായിട്ട് വരും. അത് വിത്ത് നോളജ് വിത്തൗട്ട് നോളജ് ആണോ ഇല്ല, അത് ഒരു ഗവൺമെന്റ് ഇത് നേരത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള SOPയും പ്രൊസീജിയറും ഉള്ള മേഖലയാണ്. അതെങ്ങനെ ഇവർ ബീറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് കണ്ടെത്തേണ്ടത്. സംസ്ഥാന തലത്തിൽ SIT ഉണ്ടാകുമെന്ന് എറണാകുളം റൂറൽ SP KS സുദർശനും വ്യക്തമാക്കി. നജീബാണ് നിലവിൽ പ്രധാന പ്രതി. നിരവധി കേസിലെ പ്രതിയാണ് നജീബെന്നും കൂടുതൽ പ്രതികളുണ്ടോ എന്നതിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും റൂറൽ SP വ്യക്തമാക്കി. 2-4 ജില്ലകളിലെ ഉള്ളതുകൊണ്ട് ഹയർ ലെവലിലാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും എറണാകുളം റൂറൽ ജില്ലയിലുള്ള സംഭവങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ക്രോഡീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളുമായിട്ട് ബന്ധപ്പെട്ട 4 പേരാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയും കൂടുതൽ മറ്റാരെങ്കിലും അതിന്റെ പുറകിലുണ്ടോ എന്നുള്ളതൊക്കെ വിശദമായിട്ട് അന്വേഷണം നടത്തി കണ്ടുപിടിക്കുന്നത്. അതിൽ ബന്ധപ്പെട്ടുള്ള ആളുകൾ, പ്രതിയായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ മുഴുവൻ ആളുകൾ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതേസമയം വ്യാജരേഖകളിലെ സാങ്കേതികത പരിശോധിക്കുന്നതിനും അന്വേഷണത്തിൽ സഹായിക്കുന്നതിനും ഒരു മെഡിക്കൽ സംഘത്തെ നിയോഗിക്കാൻ പോലീസ് ഉദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയേക്കും. അവയവദാതാക്കൾ സ്വീകർത്താക്കളുടെ ബന്ധുക്കളാണെന്ന് വരുത്തി തീർക്കാൻ വ്യാജമായി നിരവധി രേഖകളാണ് സംഘം ഉണ്ടാക്കിയിട്ടുള്ളത്. MP-മാർ, MLA-മാർ, പോലീസ് ഓഫീസർമാർ തുടങ്ങിയവരുടെ ലെറ്റർ പാഡുകളും സീലുകളും ഒപ്പുകളും വരെ ഇവർ വ്യാജമായി നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വ്യാജ ആധാർ കാർഡുകൾ, തിരിച്ചറിയൽ രേഖകൾ, ശുപാർശ കത്തുകൾ, വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഇവർ നിർമ്മിച്ചതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. അവയവദാനം സ്വമേധയാ ഉള്ളതാണെന്നും പണമിടപാടുകൾ നടന്നിട്ടില്ലെന്നും സാക്ഷ്യപ്പെടുത്തി SP, DYSP റാങ്കിലുള്ളവർ നൽകുന്ന അവയവദാനത്തിന് നിർബന്ധമായ സർട്ടിഫിക്കറ്റുകളും ഇവർ വ്യാജമായി ഉണ്ടാക്കിയിരുന്നു. നിലവിൽ വ്യാജരേഖ ചമയ്ക്കലുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നതെന്നും ഈ രേഖകൾ ഉപയോഗിച്ച് നിയമവിരുദ്ധമായി എത്രത്തോളം അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം ആവശ്യമാണെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.